വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ തിരുവചനങ്ങൾ. ഇന്ന് തിരുഹൃദയ തിരുനാളാണ്. ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തുവെന്ന് യോഹന്നാൻ ശ്ലീഹ പ്രത്യേകം സാക്ഷ്യപ്പെടുത്തുന്നു. രക്തം ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തെയും വെള്ളം പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ഈശോയുടെ രക്ഷാകര പ്രവർത്തനം പൂർത്തിയായതിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്കും മനുഷ്യകുലത്തിനും സംലഭ്യമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ അവതരിപ്പിക്കുക. സഭാപിതാക്കന്മാർ ഇതിന് കുദാശപരമായ ഒരു വ്യാഖ്യാനവും നൽകുന്നുണ്ട്. മണവാളനായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്നും അവിടുത്തെ മണവാട്ടിയായ സഭയും സഭയുടെ കുദാശകളും ആവിർഭവിക്കുന്നു. പാപത്തിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ ഒന്നാം ഹവ്വ ഒന്നാം ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നും പുറപ്പെട്ടു. അതുപോലെ രക്ഷാകര പ്രവർത്തനത്തിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ സഭ രണ്ടാം ഹവ്വ രണ്ടാം ആദമായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. സഭ തന്നെ മിശിഹായുടെ കുദാശയാണ്. കുദാശകളിലൂടെയാണ് സഭയാകുന്ന അമ്മ മക്കളെ അരൂപിയിൽ ജനിപ്പിച്ച് വളർത്തുന്നത്. രക്തവും വെള്ളവും പരിശുദ്ധ കുർബാനയെയും മാമോദീസയെയും സൂചിപ്പിക്കുന്നു. മാമോദീസയിലൂടെ മക്കളെ അരൂപിയിൽ ജനിപ്പിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ മക്കളെ അരൂപിയിൽ വളർത്തുന്ന സഭ മിശിഹായുടെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുക. നമ്മെ ജീവനർദ്ധാവായ ശംശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.